യാത്രക്കാരുടെ ഏറ്റവും വലിയ പേടി സ്വപ്നമാണ് ട്രെയിനുകൾ വൈകുന്നതും റദ്ദാക്കുന്നതും. വടക്കേ ഇന്ത്യയിലും ഡൽഹിയിലും എന്തിനീ കൊച്ചു കേരളത്തിൽ പോലും ട്രെയിനുകൾ വൈകിയാൽ നമ്മളൊന്ന് അല്പം പരിഭ്രാന്തരാകും. ട്രെയിൻ നഷ്ടപ്പെട്ടാൽ ആ ടിക്കറ്റ് വെച്ച് മറ്റൊരു ട്രെയിനിൽ കയറാമോ? എപ്പോൾ റീഫണ്ട് ലഭിക്കും? റെയിൽവേയുടെ ഈ അജ്ഞാത നിയമങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ അഴിക്കുള്ളിലാകാൻ പോലും സാധ്യതയുണ്ട്. നിങ്ങളൊരു അൺറിസർവ്ഡ് അഥവാ ജനറൽ ടിക്കറ്റ് എടുത്ത യാത്രക്കാരനാണെങ്കിൽ ട്രെയിൻ നഷ്ടപ്പെട്ടാലും വലിയ ആശങ്ക വേണ്ട. അതേ റൂട്ടിൽ പോകുന്ന അതേ വിഭാഗത്തിലുള്ള മറ്റൊരു ട്രെയിനിൽ നിങ്ങൾക്ക് ആ ടിക്കറ്റ് ഉപയോഗിച്ച് യാത്ര ചെയ്യാം. സാധാരണയായി 3 മണിക്കൂർ വരെയോ അല്ലെങ്കിൽ ലഭ്യമായ തൊട്ടടുത്ത ട്രെയിൻ വരെയോ ആണ് ഇത്തരം ടിക്കറ്റുകളുടെ സാധ്യത. എന്നാൽ ശ്രദ്ധിക്കുക, കുറഞ്ഞ നിരക്കുള്ള ടിക്കറ്റ് എടുത്ത് ഉയർന്ന വിഭാഗത്തിലുള്ള അതായത് എക്സ്പ്രസ് ടിക്കറ്റുമായി സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകളിൽ കയറിയാൽ നിങ്ങളിൽ നിന്ന് പിഴ ഈടാക്കും. ജനറൽ ടിക്കറ്റുമായി വന്ദേ ഭാരതിലോ രാജധാനിയിലോ കയറാമെന്ന് ചിന്തിക്കരുത്. മെയിൽ, എക്സ്പ്രസ്, സൂപ്പർ ഫാസ്റ്റ്, രാജധാനി, ശതാബ്ദി, വന്ദേ ഭാരത് തുടങ്ങിയ പ്രീമിയം ട്രെയിനുകളിൽ ജനറൽ ടിക്കറ്റുകൾ സാധുവല്ല. ഇത്തരം ട്രെയിനുകളിൽ ജനറൽ ടിക്കറ്റുമായി കയറി ടിടിയുടെ കയ്യിൽപ്പെട്ടാൽ സാധുവായ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്തതിന് കനത്ത പിഴ നൽകേണ്ടി വരും. കൺഫേം ആയ ടിക്കറ്റുള്ള നിങ്ങളുടെ ട്രെയിൻ നഷ്ടപ്പെട്ടാൽ അതേ ടിക്കറ്റ് ഉപയോഗിച്ച് മറ്റൊരു ട്രെയിനിൽ കയറാൻ നിയമം അനുവദിക്കുന്നില്ല. അങ്ങനെ ചെയ്യുന്നത് ടിക്കറ്റ് ഇല്ലാത്ത യാത്രയായി കണക്കാക്കുകയും കനത്ത പിഴയ്ക്ക് കാരണമാവുകയും ചെയ്യും. പണം നൽകാൻ വിസമ്മതിക്കുകയോ ടിടിമാരോട് വാദിക്കുകയോ ചെയ്താൽ RPF ഇടപെടുകയും ഗുരുതരമായ സാഹചര്യങ്ങളിൽ ജയിൽ ശിക്ഷ വരെ അനുഭവിക്കേണ്ടി വരികയും ചെയ്യും. ട്രെയിൻ നിങ്ങളില്ലാതെ പുറപ്പെടുകയാണെങ്കിൽ റീഫണ്ട് ലഭിക്കാനായി എത്രയും വേഗം TDR അഥവാ ടിക്കറ്റ് ഡെപ്പോസിറ്റ് രസീത് ഫയൽ ചെയ്യുക. നിങ്ങളുടെ ട്രെയിൻ 3 മണിക്കൂറിൽ കൂടുതൽ വൈകുകയും നിങ്ങൾ ആ യാത്ര ചെയ്യുന്നില്ലെന്ന് തീരുമാനിക്കുകയും ചെയ്താൽ മാത്രമേ സാധാരണയായി പൂർണ്ണമായ റീഫണ്ട് ലഭിക്കാൻ അർഹതയുള്ളൂ. നിങ്ങളുടെ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ പുറപ്പെട്ടാലും പ്രതീക്ഷ കൈവിടരുത്. റിസർവ് ചെയ്ത നിങ്ങളുടെ സീറ്റ് അടുത്ത 2 സ്റ്റേഷനുകൾ വരെ സുരക്ഷിതമായിരിക്കും. ഏതെങ്കിലും മാർഗത്തിലൂടെ അടുത്ത 2 സ്റ്റേഷനുകൾക്കുള്ളിൽ ട്രെയിൻ എത്തിച്ചേരാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ സീറ്റ് നഷ്ടപ്പെടില്ല. അതിനുശേഷവും നിങ്ങൾ എത്തിയില്ലെങ്കിൽ മാത്രമേ TT ആ സീറ്റ് മറ്റൊരാൾക്ക് നൽകുകയുള്ളൂ. റെയിൽവേ നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്നത് നിങ്ങളുടെ യാത്ര സുഗമമാക്കുക മാത്രമല്ല, അനാവശ്യമായ നിയമ നടപടികളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുകയും ചെയ്യും. യാത്രാ ദുരിതങ്ങൾക്കിടയിൽ ഇത്തരം അറിവുകൾ ഓരോ യാത്രക്കാരനും ഒരു കവചമാണ്. ഇനി ട്രെയിൻ വൈകിയാലോ നഷ്ടപ്പെട്ടാലോ പരിഭ്രാന്തരാകാതെ റെയിൽവേ നൽകുന്ന ഈ ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്തുക. നിയമം പാലിച്ച് സുരക്ഷിതമായി യാത്ര ചെയ്യുക.